Welcome back. How's the audio and video? Please check audio and video. Yes, sir. Problem ഉണ്ടോ? വീഡിയോയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? Okay ആണ് sir. ഓഡിയോയും വീഡിയോ ഓക്കെ ആണ് സർ. ഓഡിയോ ആൻഡ് വീഡിയോ. ഓക്കെ. വീഡിയോ ഓക്കെ അല്ലേ? ബോർഡ് ഓക്കെ അല്ലേ? കാണുന്നില്ലേ? Yes, sir. Okay. ഓക്കെ ആണോ എന്നാണ്? ക്ലിയർ ആണ് സർ. ഓക്കെ ആണോ? ഓക്കെ. ശരി, നമുക്ക് അടുത്ത ടോപ്പോളജിയിലേക്ക് പോവാം. ക്ലിയർ ആണ്? ഓക്കെ. തേർഡ് ടോപ്പോളജി, തേർഡ് ടൈപ്പ് ഓഫ് ബേസിക് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. യെസ്. Current series feedback. Current series feedback. Current series feedback. So in this case, output quantity is current mixing circuit, mixing network or circuit is series mixing. So input quantity series mixing ആവുമ്പോൾ input quantity എന്താണ് വരുന്നത്? will be voltage ആണ് series mixing. So input quantity is voltage and output quantity is current. Basic amplifier is ട്രാൻസ്കണ്ടക്ടൻസ്. yes, transconductance. ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ transconductance ആംപ്ലിഫയറിന്? transconductance ആംപ്ലിഫയറിന് FET amplifier. yeah, yes, FET MOSFET amplifiers, okay. Transconductance amplifier എക്സാമ്പിൾ ആണ്. യെസ്, അതിന് ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട് കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലേ? VGS, ലേറ്റസ്റ്റ് സോഴ്സ് വോൾട്ടേജ് കൺട്രോൾ ID. സോ ട്രാൻസ്കണ്ടക്ടൻസ് ആംപ്ലിഫയർ ആണ്. അതിന്റെ പാരാമീറ്റർ എന്ന് പറയുന്നത്, ഗെയിൻ എന്ന് പറയുന്നത് GM അല്ലെങ്കിൽ ട്രാൻസ്കണ്ടക്ടൻസ് എന്ന് പറയുന്ന പാരാമീറ്റർ ആണ്. സോ ഇങ്ങനെയാണ് ബേസിക് ആംപ്ലിഫയർ വരുന്നത്. അപ്പോൾ ബേസിക് ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് ക്വാണ്ടിറ്റി വോൾട്ടേജും ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി കറണ്ടുമാണ്. അപ്പോൾ മിക്സിംഗ് സർക്യൂട്ടും സാമ്പിളിംഗ് സർക്യൂട്ടും എങ്ങനെയായിരിക്കും വരും? കറണ്ട് ആണ് നമ്മൾ സാമ്പിൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ സ്ട്രക്ചർ എന്ന് വരയ്ക്കാം, അല്ലെങ്കിൽ ബ്ലോക്ക് ഡയഗ്രം എന്ന് വരയ്ക്കാം. ബ്ലോക്ക് ഡയഗ്രത്തിൽ ട്രാൻസ്കണ്ടക്ടൻസ് ആംപ്ലിഫയർ, ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി കറണ്ട് ആവുമ്പോൾ നമ്മൾ ലോഡ് വരയ്ക്കണം. അത് കറണ്ട് ഫ്ലോ കാണിക്കാൻ പറ്റുള്ളൂ. ലോഡ് RL, ഇതിനക്രോസ് അതല്ല, ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഔട്ട്പുട്ട് കറണ്ട്, ഇതിനെ നമ്മൾ സാമ്പിൾ ചെയ്യണം. കറണ്ടിനെ സാമ്പിൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കറണ്ടിനെ സാമ്പിൾ ചെയ്യുക? കറണ്ട് സാമ്പിൾ ചെയ്യുമ്പോൾ ഇവിടെ ഈ കറണ്ട് ഇങ്ങനെയാണല്ലോ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ എടുക്കും. കറണ്ട് ഇസ് ടേക്കൺ ലൈക്ക് ദിസ്. ഓക്കെ, കറണ്ട് ഇസ് ടേക്കൺ like this. This is current. So current is taken like this, and this circuit will give an output. So this is feedback circuit. Feedback factor beta. Basic amplifier is transconductance amplifier. The mixing circuit input quantity is the voltage of the mixing circuit എന്ന് പറയുന്നത് നമ്മൾ ആദ്യം വരച്ച ടൈപ്പാണ്. മിക്സിംഗ് സർക്യൂട്ട് സീരീസ് മിക്സിംഗ്.
So this is Vs plus minus Vf. That is Vi. Here Vf, this voltage Vf is equal to beta times I naught. The equations will be Vi is equal to Vs minus Vf, Vf equal to beta times I naught, output current, and I naught equal to A, gain of the amplifier A into Va. Overall gain with feedback AF equal to A divided by 1 plus A beta. Input resistance RIF with the feedback. With feedback, input resistance will be the series mixing ആണല്ലോ വരുന്നത് അല്ലേ? So input resistance will be Ri into 1 plus A beta. Ri into 1 plus A beta. ROF will be equal to ഇവിടെ സീരീസ് ആയിട്ടുള്ള കണക്ഷൻ ആണ് വരുന്നത്. So ROF is equal to R0 into 1 plus A beta. Okay. So input resistance will be increased by a factor 1 plus A beta. Output resistance will also be increased by a factor 1 plus A beta. Feedback network അല്ലെങ്കിൽ സാമ്പിളിംഗ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് സീരീസ് സാമ്പിളിംഗ് ആണ്. അപ്പൊ ഈ വരുന്ന കറണ്ട് എന്ന് പറയുന്നത് I0 ആണ്. I0 is flowing like this. Okay. So ഇതിൽ നമ്മൾ ഓർത്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് input quantity is voltage, output quantity is current, basic amplifier is transconductance amplifier, feedback network will produce a voltage which is proportional to output current, and finally voltage gain RIF and ROF. ഈ quantities ഒക്കെ ഓർത്തിരിക്കാം. ഇതാണ് ടോപ്പോളജി, തേർഡ് ടോപ്പോളജി, കറന്റ് സീരീസ് ഫീഡ്ബാക്ക്. ഇപ്പൊ ലാസ്റ്റ് ടോപ്പോളജി ഏതായിരിക്കും? Last topology will be Current shunt feedback. 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 What the topology is? Current shunt feedback. Current shunt feedback. That is, output quantity is current. Output quantity is current. Output is current. Mixing circuit is shunt mixing. The input quantity is also current. Basic amplifier. Amplifier type is input quantity is current, output quantity is also current. So basic amplifier is current amplifier. Current amplifier. Okay. Current amplifier ആണ് basic amplifier ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ രീതിയിലാണ് വരുന്നത്. ഈ രീതിയിലല്ല, ഇവിടെ കറണ്ട് ആണ് വരിക. കറണ്ട് ആണ് IS. Mixing circuit is shunt mixing, and this current II equal to, this is IS, this is IF. Here IF is beta times I0. ഇവിടെ IA എന്ന് പറയുന്നത് is IS minus IF. Overall gain AF equal to A divided by 1 plus A beta. Basic amplifier is current amplifier. Current amplifier. Overall gain AF equal to A by 1 plus A beta. RIF input resistance. നിങ്ങൾക്ക് നോക്കിയിട്ട് പറയാൻ പറ്റുമോ? Input resistance RIF equal to connection നോക്കിയിട്ട് പറയാം. Input connection എന്ന് പറയുന്നത് shunt connection ആണ്. RI by 1 plus A beta. Yes, RI by, correct ആണ്. RI by 1 plus A beta, and ROF will be equal to connection ഏതാണ് ഇവിടെ വരുന്നത് ഔട്ട്പുട്ടിൽ? RO into 1 plus A beta. Yes,
കറക്റ്റ് ആണ്. RO × 1 + AB. അപ്പൊ ഇത് ഓർത്ത് വെക്കാനുള്ള വഴി ഇത് തന്നെയാണ്. ഏതാണോ സാമ്പിൾ ചെയ്യുന്നത്, ഇപ്പൊ കറണ്ട് ആണ് സാമ്പിൾ ചെയ്യുന്നതെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. കറണ്ട് വോൾട്ടേജ് ആണ് സാമ്പിൾ ചെയ്യുന്നതെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. ഓക്കെ. ഇനി മിക്സിംഗ് സർക്യൂട്ട്, മിക്സിംഗ് വോൾട്ടേജ് ആണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻക്രീസസ്. കറണ്ട് ആണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഡിക്രീസസ് ബൈ എ ഫാക്ടർ 1 + AB. അപ്പൊ അത്രയും വളരെ സിമ്പിൾ ആയിട്ട് ഈ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാൻ പറ്റും. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല പല ഓപ്പാമ്പിലേക്ക് പല സർക്യൂട്ട്സും ഇത്തരത്തിൽ വരുന്നതാണ്. ഇതിലേതെങ്കിലും ഒരു ടോപ്പോളജിയിലായിരിക്കും എല്ലാ നെറ്റ്വർക്കും ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഓപ്പാമ്പ് സർക്യൂട്ടിലല്ലേ അല്ലേ? ഫീഡ്ബാക്ക് അല്ലേ അത് യൂസ് ചെയ്യുന്നത്. ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആംപ്ലിഫയർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ വി ഷുഡ് യൂസ് എ ഫീഡ്ബാക്ക്. ഓവറോൾ ഗെയിൻ നമ്മൾ റെഡ്യൂസ് ചെയ്യും യൂസിങ് എ ഫീഡ്ബാക്ക് റെസിസ്റ്റർ RF അല്ലേ? അപ്പൊ അതിലെല്ലാം എംപ്ലോയ് ചെയ്യുന്നത് ഈ 4 കാറ്റഗറിയിൽ വരുന്ന ഫീഡ്ബാക്ക് ടോപ്പോളജി ആയിരിക്കും. ഇപ്പോൾ ഇതിന്റെ ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഇതിലെല്ലാം എംപ്ലോയ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇൻപുട്ടിലേക്ക് വരുന്ന ക്വാണ്ടിറ്റി എപ്പോഴും സോഴ്സിൽ സപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റിനേക്കാളും ലെസ് ആയിരിക്കും. ബിക്കോസ് ഓഫ് ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് സിഗ്നൽ will be always 180 degree out of phase with input signal. So II or input quantity will be less than source value. Source value കുറവായിരിക്കും എന്നുള്ളതാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നതിന്റെ കോൺസെപ്റ്റ്. ഇനി ഇങ്ങനെ തന്നെ ആവണമെന്നില്ല, ഫീഡ്ബാക്ക് പോസിറ്റീവ് ഫീഡ്ബാക്കും ആവാം. പക്ഷെ ആ കേസിൽ ഒരു വലിയൊരു പ്രോബ്ലം വരുന്നുണ്ട്, സ്റ്റെബിലിറ്റി ഇഷ്യൂ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ ഒഴിവാക്കുന്നത്? പോസിറ്റീവ് ഫീഡ്ബാക്കിനെ പറ്റി ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വെക്കാം. പോസിറ്റീവ് ഫീഡ്ബാക്ക്, പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇതിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്, ഇവിടെ ഒരു ബേസിക് ആംപ്ലിഫയർ we have a basic amplifier, ഔട്ട്പുട്ട് വോൾട്ടേജ് ആണെന്ന് ഇൻപുട്ടിൽ വരുന്നത് വോൾട്ടേജ് ആണെന്ന്. വോൾട്ടേജ് വിൽ ബി സാമ്പിൾഡ് ബൈ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്, ബീറ്റ ഫീഡ്ബാക്ക് okay. Mixing is series mixing, is VS, series mixing. This is VF. Polarity of voltage VF will be like this. VF will be positive at this. Okay. ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് VI ആണ്. സോ VI ഈക്വൽ ടു VS പ്ലസ് VF. VI ഈക്വൽ ടു VS പ്ലസ് VF ആൻഡ് V0 ഈക്വൽ ടു A into VI. Then VF equal to beta into V0. This is beta. This voltage, polarity of this voltage will be like this, and this is beta into V0. Okay. So overall gain V0 by VS equal to A by 1 minus A beta. Overall gain will be A by 1 minus A beta. This is overall gain. So overall gain will be more than basic amplifier gain in the case of positive feedback. For positive feedback വരുമ്പോൾ ഈ ഒരു കണ്ടീഷൻ 1 മൈനസ് എ ബീറ്റ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, എയും ബീറ്റയും ഒക്കെ ഫ്രീക്വൻസി ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, എ ആൻഡ് ബീറ്റ, എ ഈസ് ആക്ച്വലി എ ഫംഗ്ഷൻ ഓഫ് ഫ്രീക്വൻസി, ഗെയിൻ ഓഫ് ദ amplifier is a function of frequency, beta is also a function of frequency. So A beta will be a function of frequency
Now, at a particular condition, A beta become equal to one angle 360 degree. ഇത് കോംപ്ലക്സ് ആയിട്ടുള്ള കോംപ്ലക്സ് വാല്യൂസ് ആണ്. ഫ്രീക്വൻസിയിൽ വരുമ്പോൾ ഫ്രീക്വൻസി ഓരോ ഫ്രീക്വൻസിയിൽ അതിന്റെ വാല്യൂസ് നമ്മൾ എടുക്കുമ്പോൾ എ ബീറ്റ വിൽ ബി generally a complex quantity. If A beta become 1, that is magnitude of A beta become 1 and phase angle of A beta become 360 degree. 360 degree phase difference വരുന്നുണ്ട്. ലൂപ്പ് ഗെയിൻ ആണ്. ഇപ്പൊ നമ്മളിവിടെ ലൂപ്പ് ബ്രേക്ക് ചെയ്തിട്ട് ഓവറോൾ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എ ഇൻറ്റു ബീറ്റ. എ ഇൻറ്റു ബീറ്റയുടെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഡിനോമിനേറ്റർ ബിക്കം 0. സോ എ നോട്ട് ബൈ ബി എസ് ബിക്കം ഇൻഫിനിറ്റി. ടേം 1 plus 1 minus a beta becomes 0. That means overall term tends to infinity. പക്ഷെ ഇതിന്റെ ഫിസിക്കൽ മീനിങ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഇൻഫിനിറ്റിയിലേക്ക് പോകുമെന്നുള്ളത് അല്ല. ഔട്ട്പുട്ട് ബിക്കം ദ മാക്സിമം വാല്യൂ. ഇതൊരു ആംപ്ലിഫയർ ആണെങ്കിൽ അതിന്റെ വോൾട്ടേജ്, സപ്ലൈ വോൾട്ടേജ് VCCയിലേക്ക് ക്ലാമ്പ് ചെയ്തിരിക്കും. ഓക്കെ, സപ്ലൈ വോൾട്ടേജിലേക്ക് ക്ലാമ്പ് ചെയ്തിരിക്കും. പിന്നീട് അത് ലീനിയർ ഡിവൈസ് ആയിട്ട് വർക്ക് ചെയ്യില്ല. അതായത് ഇൻപുട്ട് വേരി ചെയ്യുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് വേരി ചെയ്യില്ല. ബിക്കോസ് ഔട്ട്പുട്ട് വിൽ ബി ക്ലാംപ്ഡ് ടു മാക്സിമം വാല്യൂ ഓഫ് ദ വോൾട്ടേജ്. ദാറ്റ്സ് എ പ്രാക്ടിക്കൽ കേസ്. കാരണം ഇൻഫിനിറ്റ് വോൾട്ടേജ് ഒന്നും അത് പോകുന്നില്ല. അതിന് പകരം സപ്ലൈ വോൾട്ടേജിന്റെ മാക്സിമത്തിലേക്ക് പോകും. ഇപ്പൊ നമ്മളൊരു ഒപാമ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒപാമ്പിന് ഒരു സപ്ലൈ വോൾട്ടേജ് 10 വോൾട്ട് 12 വോൾട്ട് ഉണ്ടെങ്കിൽ 10 വോൾട്ടിലേക്ക് ഔട്ട്പുട്ട് എത്തും. പിന്നീട് ആ ഔട്ട്പുട്ട് ഇൻപുട്ടിനനുസരിച്ചല്ല വേരി ചെയ്യുന്നത്. ഇറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ് വാല്യൂ. ദാറ്റ് ഈസ് കാൾഡ് ക്ലാമ്പിംഗ്. ക്ലാമ്പിംഗ് കണ്ടീഷൻ വിൽ ബി ഓക്കെ. ഓർ സാച്ചുറേഷൻ. ട്രാൻസിസ്റ്റർ ആകുമ്പോൾ നമ്മൾ സാച്ചുറേഷനിലേക്ക് പോകുമെന്ന് പറയും. ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുകയില്ല. കാരണം ഇൻപുട്ടുമായിട്ട് യാതൊരു റിലേഷൻഷിപ്പും ഔട്ട്പുട്ടിന് വരുന്നില്ല. സോ such a condition should be avoided in the case of amplifiers. Okay. പക്ഷെ ഇതിന് മറ്റൊരു അഡ്വാൻറ്റേജ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ when A beta becomes 1, there will be a finite value of output even if Vs becomes 0. Vs 0 ആകുമ്പോഴും V0 എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് വാല്യൂയിലേക്ക് എത്തും. അങ്ങനെ വരുമ്പോൾ ആ കണ്ടീഷനാണ് നമ്മൾ ഓസിലേറ്റേഴ്സിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓസിലേറ്റേഴ്സിന്റെ ഈ ഒരു കണ്ടീഷൻ പറയുന്ന പേരാണ് Barkhausen criteria. It's called the Barkhausen criterion. That is, in a positive feedback network, when A beta becomes equal to 1, that is magnitude of A beta is 1 and overall phase angle of A beta becomes 360 degrees. There will be a finite output even if Vs equal to 0. So output will be a finite signal, and that will be this condition will be achieved at a particular frequency omega value, and that is called the frequency of oscillation. Okay, omega naught എന്നുള്ള ഒരു particular frequency മാത്രമേ ഒരു ഫ്രീക്വൻസിയിൽ ഒരു നെറ്റ്വർക്കിനെ സംബന്ധിച്ച് ഒരു particular frequency ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. In that condition, the output will be a sinusoidal oscillation. So harmonic oscillator ആയിട്ടാണ് അത് വർക്ക് ചെയ്യുക. സോ ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കണ്ടീഷനാണ്. ഹാർമോണിക് ഓസിലേറ്റേഴ്സ് ആർ functioning with this condition called the Barkhausen criterion. അപ്പോൾ ഹാർമോണിക് ഓസിലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ സിനുസോയിഡൽ ഓസിലേറ്റേഴ്സ് അത് നമ്മുടെ സിലബസിന്റെ ഒരു പാർട്ടാണ്. അതായത് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. ഓക്കെ, അതിൽ RC എന്നുള്ള എലമെന്റ് ആണ്. മറ്റൊന്ന് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ, അതുപോലെ ഹാർട്ട്ലി ഓസിലേറ്റർ ആൻഡ് കോൾപിറ്റ് ഓസിലേറ്റർ. ഹാർട്ട്ലിയും കോൾപിറ്റും LC സർക്യൂട്ടാണ് അതിന്റെ ട്യൂൺഡ് സർക്യൂട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. ബോത്ത് LC ഓസിലേറ്റേഴ്സ്. മറ്റൊന്ന് ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുന്നത് അത് പീസോഇലക്ട്രിക് ക്രിസ്റ്റൽ ആണ്. അതിന്റെ ഇലക്ട്രിക്കൽ ഇക്വലന്റ് ആയിട്ട് നമ്മൾ കാണുമ്പോൾ അത് ഓസിലേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് ആപ്ലിക്കേഷൻ ക്രിസ്റ്റൽ ഓസിലേറ്റർ അത് മൈക്രോപ്രൊസസറിലൊക്കെ ക്ലോക്ക് ജനറേറ്റ് ചെയ്യാൻ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ് അത് ജനറേറ്റ് ചെയ്യുക. അപ്പൊ അത്തരം കാര്യങ്ങൾ നമുക്ക് ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അതായത് അതിന്റെ
ഓരോ ഓസിലേറ്ററിന്റെയും വർക്കിംഗ് എങ്ങനെയാണ്, അതിന്റെ സർക്യൂട്ട് ഡയഗ്രം വർക്കിംഗ്, അതിന്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷനും അതിന്റെ കണ്ടീഷനും ഈ ഒരു ബാർക്കോസൻ ക്രൈറ്റീരിയൻ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് ആംപ്ലിഫയറിലെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഓക്കെ, ഓക്കെ, റെഡി അല്ലേ? ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, when an amplifier is provided with current shunt feedback, when an amplifier is provided with current shunt feedback, it ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ എ, ഇൻപുട്ട് ഇംപിഡൻസ് ഇൻക്രീസസ്. ഇൻപുട്ട് ഇംപിഡൻസ് ഇൻക്രീസസ്. So video stuck ആയി. ഓക്കെ, please check audio and video. Check audio and video. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Problem.
So ഇതിന്റെ ഓപ്ഷൻസ് ഇതാണ്. ഫസ്റ്റ് ഓക്കെ ആണ്. ഓക്കെ. First question, when an amplifier is provided with a current shunt feedback, it's option A, input impedance increases and output impedance decreases. Output impedance decreases. B, input impedance decreases. Input impedance decreases and output impedance increases. Option C, input and output impedances both increases. Input and output impedances increase. Option D, input and output impedances decrease. ഏതാണ് സ്വപ്ന? ഏതാണ് കറന്റ് ഷണ്ട് ഫീഡ്ബാക്ക് ആണ്. അപ്പൊ ഔട്ട്പുട്ട് ഇംപിഡൻസ് ഇൻക്രീസസ് ബി ആണ് അല്ലേ? കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾ നോക്കുക, ബി ആണ്. യെസ്, എല്ലാവരും കറക്റ്റ് ആണ്. മനു, ഷെഹ്ന കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി, ഇൻപുട്ട് ഇംപിഡൻസ് ഇൻക്രീസസ് ആൻഡ് ഔട്ട്പുട്ട് ഇംപിഡൻസ് ഡിക്രീസസ്. ഇത് നിങ്ങൾ എല്ലാ ടോപ്പോളജിനും പഠിക്കണം. ആദ്യത്തെ ടോപ്പോളജി ആയിട്ടുള്ള വോൾട്ടേജ് സീരീസ് ആണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ എങ്ങനെ വരിക? ഇൻ വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക്, ഇൻപുട്ട് ഇംപിഡൻസ് increases and output impedance decreases. Okay, input impedance increases and output impedance decreases. In voltage shunt feedback, the background quantity is voltage. So voltage shunt feedback, input impedance and output impedance both decrease. Of the decrease in voltage shunt feedback. In current series feedback, input impedance increases and output impedance decreases. Current shunt feedback, both input resistance and output resistance ഏതാണ്? current shunt feedback output impedance increase ചെയ്യും അല്ലേ? ഇൻപുട്ട് ഇംപിഡൻസ് ഡിക്രീസസ്. അപ്പൊ 4 ടോപ്പോളജിയും നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an amplifier, second question, an amplifier has an open loop gain of 1000, open loop gain of 1000 and a feedback ratio of 0.04. If the open loop gain changes by 10%, if open loop gain changes by 10% due to temperature, if the open loop gain changes by 10% due to temperature, the percentage change in gain of the amplifier with feedback will be, option A, 0.75%, option B, 0.50%, option C, 0.25%, option D, 0.45%.
in an amplifier, feedback amplifier with the open loop gain, basic amplifier gain 1000, feedback ratio beta equal to 0.04. If the open loop gain changes by 10% due to temperature, the percentage change in the gain of the amplifier with feedback will be. എങ്ങനെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പോസിറ്റീവ് ഫീഡ്ബാക്ക് AFന്റെ ഫോർമുല നമുക്കറിയാം. അല്ല, അതിപ്പോ ഫീഡ്ബാക്ക് പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൽ എംപ്ലോയ് ചെയ്യുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും. അപ്പൊ അത് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തില്ലെങ്കിലും ആംപ്ലിഫയറിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് എടുത്താൽ മതി കേട്ടോ. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൽ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ശരി. അപ്പോ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആണ്. അപ്പൊ A/1 + A ബീറ്റ. ഈ കേസില് നമ്മൾ A എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് വരികയാണ്. അപ്പൊ ഉള്ള ചേഞ്ച് വരുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള AFലെ ചേഞ്ച് എത്രയാന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് 10% വേരിയേഷൻ ആണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചേഞ്ച് ഇൻ AF എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ചേഞ്ച് ഇൻ AF DAF ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ DA കാണുക. DA ഇത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? ചേഞ്ച് ഇൻ AF ബൈ ചേഞ്ച് ഇൻ A ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഈ ക്വാണ്ടിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോഷ്യന്റ് റൂൾ ആണ് അപ്ലൈ ചെയ്യുന്നത്. 1 + A ബീറ്റ into derivative of numerator, that is 1 minus A into derivative of denominator, that is beta. 1 ന്റെ ഡെറിവേറ്റീവ് 0, A ബീറ്റ വരുമ്പോൾ വിത്ത് റെസ്പെക്ട് A ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, Aയിലാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ A ഡിവൈഡ് ബൈ 1 + A ബീറ്റ ഹോൾ സ്ക്വയർ എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്വസ്റ്റനില് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്. DAF ബൈ DA ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 1 ഡിവൈഡഡ് ബൈ 1 + A ബീറ്റ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, സോ DAF ഈക്വൽ ടു DAF ചേഞ്ച് ഇൻ DAF ഈക്വൽ ടു 1 / 1 + A ബീറ്റ ഹോൾ സ്ക്വയർ